ഇപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയിട്ട് അവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയും പകുതി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് പിന്നെ പൂക്കളൊക്കെ ഫുള്ളായിട്ട് വലിയൊരു ഓവറായിട്ട് വർക്കുകളും കാര്യങ്ങളും ഡിസൈനുകളൊന്നും ഇല്ല. ഞങ്ങളതായ രീതിയിൽ, കാരണം ഇതുപോലുള്ള മക്കളല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പിന്നെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. മമ്പാട് MS കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ വരുമ്പോഴേക്ക് നമ്മൾ പൂക്കളം തീർക്കണം എന്നുള്ള ഇതിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കുട്ടികളെ അടക്കി നിർത്താനുള്ള പാടുപെടലൊക്കെ ഉണ്ട്. ഏതായാലും പൂക്കളൊക്കെ തീർത്ത് നല്ല ഭംഗിയായിട്ടോ. എല്ലാവരും നല്ല ഉഷാറായിട്ട് സെറ്റ് സാരിയിലൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്. അതെന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. ഇത് അപ്പു എന്ന് പറഞ്ഞ മോനെയാണ് കേട്ടോ നമുക്ക് മാവേലി ആക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതാണ്ടോ മാവേലിയാണ് ഇരിക്കണേ. അങ്ങനെ പൂക്കളം ഒരുക്കണതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ പറഞ്ഞാൽ കുറേ സമയമൊന്നും അങ്ങനെ ഇരിക്കൂലല്ലോ. അപ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങളും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ MES കോളേജിലത്തെ ഗസ്റ്റുകൾ വന്നു കേട്ടോ. അവരാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതാണ്ടോ നമ്മളെ പൂക്കളം ഫൈനലായിട്ടോ. അതാണ്ടോ അപ്പോൾ എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പൂക്കളത്തിൻ്റെ ഭംഗി കുറഞ്ഞ ടൈം കൊണ്ട് പെട്ടെന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡിസൈനുകളൊക്കെ കൊടുത്താൽ നമുക്ക് അതിനുള്ള ടൈമില്ല. അപ്പോഴേക്ക് നമുക്ക് ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയുക മെമ്പർ, അതുപോലെയുള്ള പഞ്ചായത്ത് സ്റ്റാൻഡിങ് ചെയർമാനോ അല്ല അങ്ങനെയുള്ള അവരൊക്കെ വന്നിരുന്നു കേട്ടോ. അതുപോലെ മമ്പാട് കോളേജിലത്തെ ടീച്ചേഴ്സാണ്, ഒരു സാറും ഒരു ടീച്ചറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ മെമ്പർ പ്രപേശേട്ടന് നമ്മൾ അവർക്ക് സ്വാഗതം പറഞ്ഞ്, അതുപോലെ സ്റ്റാൻഡിങ് ചെയർമാൻ അവരും അതേപോലെ ഉദ്ഘാടന ചടങ്ങൊക്കെ ഒന്ന് ചെയ്തു. അതിൻ്റെ ശേഷം അവർ പരിപാടികൾ തുടങ്ങുക കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് നമ്മളെ സാറ്, അതായത് ഫിസിയോൻ്റെ സാറാണ് ജുനൈസ് സാറ്. അദ്ദേഹം ഒന്ന് വന്ന ഗസ്റ്റുകളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കുകയാണ് കണ്ടോ. അതുപോലെ നമ്മളെ പേലപ്ര സ്കൂളിലെ HM ആണ് അദ്ദേഹം വന്നിട്ട് അതേപോലെ ഒരു ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് ഒരു 2 വാക്ക് സംസാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലെ കുട്ടികളെല്ലാവർക്കും തീരെ ക്ഷമ ഇല്ല, ഇരിക്കാനുള്ളൊരു ഇതിൽ സാധാരണ നോർമലി അല്ലല്ലോ. അവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവുമില്ല. അപ്പം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ. SMC chairman Pradesh Raj. നമുക്ക് വന്ന MES കോളേജിലെ കുട്ടികൾ അവർക്ക് റെഡിയാകാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്തു കേട്ടോ. അവരൊന്ന് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ റെഡിയായി കഴിഞ്ഞു. അവരുടെ ടീച്ചറാണ് ഒരു പച്ച ഷോൾട്ട് ആ ടീച്ചർ. പിന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. പിന്നെ അവരെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു പരിപാടി. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് മെമ്പർ, ഈ സ്കൂളിൽ UP സ്കൂളിന്റെ HM ആയിട്ടുള്ള ഇലിയാസ്, മമ്പാട് കോളേജിന്റെ NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആനസ് ബാബു, ഇവിടുത്തെ അധ്യാപകർ, അതുപോലെ തന്നെ NSSന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു ഓണാശംസകൾ നേരിടുക. അപ്പോൾ നമുക്ക്
കയ്യൊക്കെ കെട്ടിയിട്ട് പാടണേ. ഓക്കെ. ഏതെങ്കിലും എനിക്കറിയണ പാടിക്കോ, അറിയണ പാടിക്കോ. അങ്ങനെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഓണപ്പാട്ടോടു കൂടിയായിരുന്നു നമ്മൾ തുടക്കട്ടോ. കണ്ടോ അവരുടെ ഡാൻസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കുട്ടികൾ നല്ല കളിക്കുന്ന കുട്ടികളാണ്. സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. പാട്ടും കാര്യമൊന്നും ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് കിട്ടും. എല്ലാവർക്കും ഗെയിം അറിയാം. പാട്ട് കേൾക്കുമ്പോ ഒറ്റ പ്രാവശ്യം കേട്ടോ. പാട്ട് നോക്കിട്ട് അങ്ങനെ എന്താ അവരെ കുട്ടികളെ കസാരക്കളിയാണ് കേട്ടോ. പിന്നുള്ളത് കസാരക്കളി. അതിൽ ലച്ചുവിനെ കിട്ടി. എന്താ ലാസ്റ്റ് ലച്ചു ആണ് ഇരുന്നത് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ.
അങ്ങനെ നമ്മൾ കുട്ടികളെ എന്താണ് കസേരകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാരൻസിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ലിലുവിൻ്റെ അമ്മയാണ് ഫസ്റ്റ് വാങ്ങിപ്പോയത്. പിന്നെ മിസ് കോളേജിലത്തെ കുട്ടികൾ തോറ്റ് അവർ ഞങ്ങളോട് മത്സരിക്കാൻ വന്നിട്ട് അവർക്ക് കഴിഞ്ഞില്ല. എത്ര ഉണ്ട്? നമ്മളെ ജിബുവിൻ്റെ അമ്മയാണ് കേട്ടോ ആ ഒരു കളിയിൽ വിജയിച്ചത്, വിജയിയായി തിരഞ്ഞെടുത്തത്. കസേര കിട്ടി, ബാക്കിയുള്ള ആളുകൾക്കൊന്നും കിട്ടിയില്ല, അതാണ് കാര്യം. ഓക്കെ അങ്ങനെ കസേരകളി കഴിഞ്ഞിട്ട് പിന്നെ സുന്ദരിക്ക് പൊട്ടിത്തൊടലായിരുന്നു കേട്ടോ. അതിൽ വെച്ചു, കറക്റ്റായിട്ട് വെച്ചു. കണ്ണൊക്കെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നല്ല കറക്റ്റിൽ കിട്ടി. അപ്പോൾ ലച്ചുവിനാണ് കിട്ടിയത് കേട്ടോ. ഇതിൽ സുന്ദരിക്ക് പൊട്ടിത്തൊടലില്ല. ഓക്കെ, സമ്മാനം വേണ്ടേ? വേണോ? സെർവ് ചെയ്താണിയോ കുട്ടികൾക്ക്? തേങ്ങച്ചാറോ കഴിച്ചോടി? അങ്ങനെതാ നമ്മൾ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളിതാ എന്താ ലച്ചു തിരുവാതിര കളിക്കുകയാണ് പറഞ്ഞിട്ട് കളിച്ച് നോക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഡാൻസായി മാറുന്നുണ്ട്, അതാണുള്ളത്.
അങ്ങനത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട്